ഇന്നത്തെ വീഡിയോയിൽ ഇതേപോലെയുള്ള ഒരു ഷോളാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിലുള്ള ഒരു ഷോൾ. ഈ ഷോൾ ഉണ്ടാക്കാൻ യാൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3 mm ഹുക്ക്. ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കണം. ഈ യാൺ ഈ വിരലും അങ്ങനെ ചുറ്റും അപ്പോൾ റൗണ്ട് കിട്ടും. ഹുക്ക് ഇങ്ങനെ കടത്തി യാൺ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. സ്ലിപ്പ് നോട്ടായി. ഈ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഹുക്ക് ഇങ്ങനെ യാണടക്കം ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തുക. ഒരു ചെയിനായി. അപ്പം ഞാൻ 37 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 1 2 3 നാലാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിലും ഡബിൾ ക്രോഷേ. ഇതിലെല്ലാ ചെയിനിലും അറ്റം വരെ ഡബിൾ ക്രോഷേ ചെയ്യണം. എല്ലാ ചെയിനിലും ഒരേ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ലാസ്റ്റ് ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ച് പിടിക്കാം. ഇനി ഈ ഡബിൾ ക്രോഷയുടെ നേരെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടത്തിയിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ ഡബിൾ ക്രോഷയുടെ നേരെയും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. 2 ഡബിൾ ക്രോഷേ 3 ചെയിൻ, അതായത് 3 ഡബിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനി 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ഡബിൾ ക്രോഷയിൽ ഒരു പഫ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ പിടിച്ച് ഞാനിങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തി ഞാനിങ്ങോട്ട് എടുക്കും. പിന്നെ ഡബിൾ ക്രോഷേ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഹുക്ക് ഇങ്ങനെ കടത്തി ഞാനിങ്ങോട്ട് എടുക്കും. ഒരു തവണ കൂടി ചെയ്യാം. അപ്പോൾ 1 5 6 ലൂപ്സ് കിട്ടും മൊത്തം. ഫസ്റ്റ് ഈ എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും കടത്താം. ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനി 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് ഈ 3 ഡബിൾ ക്രോഷയുടെ അവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. മൂന്നാമത് വരുന്ന ഡബിൾ ക്രോഷയിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. പിന്നെ 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിൽ ഒരു പഫ് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ എടുത്ത് ഹുക്ക് ഇങ്ങനെ കടത്തി ഡബിൾ ക്രോഷേ ചെയ്യില്ലേ, അതേപോലെ തന്നെ അങ്ങോട്ടെടുത്ത് വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ ഒരു റൗണ്ട് കൂടി ചെയ്യും. അപ്പോൾ 6 ലൂപ്സ് കിട്ടും. ഈ ഹുക്ക് ഈ എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കടത്തുക. പിന്നെ ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. പിന്നെ വീണ്ടും 3 ചെയിൻ ചെയ്യാം. പിന്നെ 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഒരു ഡിസൈനിൽ വന്ന് കണ്ടോ. ഒരു തവണ കൂടി ചെയ്യാം. ആ ഡബിൾ ക്രോഷേ ചെയ്യണം അതേപോലെ തന്നെ ഈ 3 ചെയിൻ ചെയ്യാം. ഈ 2 ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് മൂന്നാമത്തേൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ. ഇനി 3 ചെയിൻ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. പിന്നെ പഫ് സ്റ്റിച്ച് ചെയ്യാം. ത്രീ ചെയിൻ ചെയ്യാം. പിന്നെ
ഈ 2 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേൽ ഡബിൾ ക്രോഷേ ചെയ്യാം. 1 പിന്നെ ദേ ഇവിടെ ഇതിൻ്റെ നേരെയും ഡബിൾ ക്രോഷേ ചെയ്യാം. ഇതിൻ്റെ നേരെയും ഡബിൾ ക്രോഷേ ചെയ്യാം. ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അത് ലാസ്റ്റ് മുകളിൽ മൂന്നാമത് ചെയ്ത ആ ചെയിൻ്റെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ. ഈ 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കുക. ഇതെങ്ങനെയാണ് ഡിസൈൻ കിട്ടുന്നത്? ഇവിടെ 3 ഡബിൾ ക്രോഷേ, ഇവിടെ 3 ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ 3 ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിനെ, ഇനി ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ഈ ഡബിൾ ക്രോഷയുടെ മുകളിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ദേ ഇവിടെ കണ്ടോ, ഇവിടെയായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. ത്രീ ചെയിൻ ചെയ്യാം. 1 2 3. ഇനി ഈ ഗ്യാപ്പില്ലേ ഈ സിംഗിൾ ക്രോഷേ ചെയ്ത് അവിടെയായിട്ട് പഫ് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇങ്ങോട്ടെടുത്ത് ഒരു തവണ കൂടി ചെയ്യും. ഡബിൾ ക്രോഷേ ചെയ്യണം അതേ സെയിം മെത്തേഡ്. ഈ എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടുത്ത് ഇനി 3 ചെയിൻ ചെയ്യാം. 2 3. പിന്നെ ഇതിൻ്റെ ഈ ചെയിനിൽ അവിടെയായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇങ്ങനെ ഡിസൈൻ വരും. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ അവിടെയായിട്ട് 2 3. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെയായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. ത്രീ ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്യാം. 2 3. 3 റൗണ്ട്. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. പിന്നെ ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്യാം. 2 3. 3 റൗണ്ട്. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനി ഈ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷയുടെ മുകളിലും ഡബിൾ ക്രോഷേ. അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ മുകളിലും ഡബിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കുക. ഇനി ഈ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെയും ഡബിൾ ക്രോഷേ. 3 ചെയിൻ. 1 2 3. പിന്നെ ഈ സിംഗിൾ ക്രോഷയുടെ അവിടെയിട്ട് പഫ് സ്റ്റിച്ച് ചെയ്യാം. 2 3. പിന്നെ 3 ചെയിൻ ചെയ്യാം. 2 3. ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ. ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്യാം.
3 ചെയിൻ ചെയ്യാം. ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ പാറ്റേണിൽ ഇവിടെ വരെ ചെയ്യാം. 3 ചെയിൻ, ഇവിടെ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെ ഡബിൾ ക്രോഷേ, ഇവിടെ ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി 3 ചെയിൻ ചെയ്യാം. ഇതിങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ ഈ സെയിം പാറ്റേൺ തന്നെ ചെയ്യാം. ഇവിടെ ഡബിൾ ക്രോഷേ ചെയ്യാം, ഡബിൾ ക്രോഷേ, ഇവിടെയും ഡബിൾ ക്രോഷേ, ത്രീ ചെയിൻ, ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 3 ചെയിൻ, ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്യാം. ത്രീ ചെയിൻ, സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, 1 2 3, ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്യാം. ത്രീ ചെയിൻ, ഇവിടെ സിംഗിൾ ക്രോഷേ. ഈ പാറ്റേണിൽ അറ്റം വരെ ചെയ്യാം. ഇവിടെ 3 ഡബിൾ ക്രോഷേ ചെയ്യും. ഈ സെയിം പാറ്റേണിൽ ഇവിടെ വരെ ചെയ്യാം. പിന്നെ 3 ചെയിൻ ചെയ്യുക, പിന്നെ 3 ഡബിൾ ക്രോഷേ, പിന്നെ 3 ചെയിൻ ഇട്ടിട്ട് ഇത് തിരിച്ച് പിടിച്ചിട്ട് ഈ സെയിം പാറ്റേൺ തന്നെ ചെയ്യാം. ഇങ്ങനെ എത്ര നീളം വേണോ അത്ര നീളത്തിൽ ഈ പാറ്റേൺ തന്നെ ഉപയോഗിച്ച് ചെയ്യും. അപ്പോൾ നല്ലൊരു ഡിസൈനിൽ ഷോളോ അതോ സ്കാർഫോ എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. കണ്ടോ, ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഞാൻ ഈ 2 സൈഡിലും ഡബിൾ ക്രോഷേ വെച്ച് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ടസൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ പിന്നെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിടിപ്പിക്കേണ്ടത്. ഞാൻ അങ്ങനെ 4 പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാം. ഇതൊരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ചെറിയ ബുക്കിലോ ഒക്കെ ചുറ്റി ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ആദ്യം ഹുക്ക് ഈ ഡബിൾ ക്രോഷേ ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ഈ നൂലുകളെല്ലാം അടക്കാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുക്കുക. ഈ റൗണ്ട് കിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കടത്തി വലിച്ച് ടൈറ്റാക്കുക. ഇതുപോലെ ഇതിൻ്റെ ഒപ്പം പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ ഒരേ ഇതിൽ ടൈറ്റായി കിട്ടും. ഇത് എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഷോൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഇവിടെയും കൂടി നമുക്ക് പിടിപ്പിക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഹുക്ക് അടക്കാം, ഈ നൂലടക്കാം ഇങ്ങോട്ടെടുക്കാം. എന്നിട്ട് ഈ നൂലിൻ്റെ ഈ അറ്റം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തി ടൈറ്റാക്കി വലിക്കും. ഷോൾ റെഡി. നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിലുള്ള ഷോളത് കണ്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.